ഹായ് ഹലോ ആൻഡ് നമസ്തേ, വെൽക്കം ടു സീ പോർട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. എല്ലാവർക്കും അറിയാലോ, മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ഷോയാണ്, ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ഷോ എന്ന് പറയാം. അപ്പോൾ അത് ഹിന്ദിയിലുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ഉള്ള ഒരു ഷോയാണ്. ഞാനിതിൻ്റെ ഹിന്ദി കാണാറുണ്ട്, തെലുങ്ക് കാണാറുണ്ട്, തമിഴും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾക്കറിയാമല്ലോ, എല്ലാവരും പറയും ഇതൊക്കെ ഇതെന്തിനാണ് കാണുന്നത്, ഇതൊക്കെ ആരെങ്കിലും കാണുമോ, ലാലേട്ടന് വേറെ പണിയൊന്നും ഇല്ലേ, മോഹൻലാൽ ഇത്ര ചീപ്പാവരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിൽ മോർണിംഗ് പാട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ലൈവിൽ കയറുന്നവരാണ് ഇപ്പം മിക്കവരും. അല്ലെങ്കിൽ ഞാനിതൊന്നും കാണില്ലെന്ന് പറഞ്ഞാലും രാത്രി കറക്റ്റായിട്ട് ഷോ കാണുന്നവരാണ്, അഭിപ്രായം പറയുന്നവരാണ്. എന്തായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരുപാട് പേര് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആയിട്ട് മാറിയിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പോൾ ആദ്യമേ തന്നെ പോകുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ. പിന്നെ ഇതൊക്കെ നമ്മൾ കാണില്ല എന്ന് പറഞ്ഞാലുമേ, നമ്മൾ അവിടെ കാണുന്നത് നമ്മൾ ചിലർ തന്നെയല്ലേ. ചില ആളുകളൊക്കെ അതിൽ ചില സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇതെന്നെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതി, അവർ ചിന്തിക്കുന്ന രീതി. അപ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ചെറിയൊരു പോർഷനാണ് ഒരു വീടിനുള്ളിൽ. പിന്നെ തീർച്ചയായിട്ടും അറിയാലോ, അവരൊരു വീടിനുള്ളിൽ ഇങ്ങനെ അടച്ച് ഇട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അവരവിടെ ചെയ്യുന്നതും പറയുന്നതും ഒരു പക്ഷേ നോർമൽ സിറ്റുവേഷനിൽ പുറത്തായിരിക്കുമ്പോൾ അവരങ്ങനെ എല്ലാവർക്കും ബിഹേവ് ചെയ്യുന്നത് സിറ്റുവേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് ഒരു ഗെയിമാണല്ലേ. അപ്പോൾ ഗെയിമിൻ്റെ തന്നെ സെൻസിലെടുക്കുക, നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യാനായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്കതിന് പറ്റട്ടെ. അധികം ലാഗ് അടുപ്പിക്കാതെ, സേഫ് ഗെയിമൊന്നും കളിക്കാതെ, കറക്റ്റായിട്ട് ഒപ്പീനിയൻസ് പറഞ്ഞിട്ടും ഗെയിം കളിച്ചിട്ടും പോയിൻറ്റ്സൊക്കെ മുമ്പോട്ട് വെച്ചിട്ടും നല്ലൊരു വിന്നർ കിട്ടട്ടെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ വരുന്നുണ്ട്. ലിസ്റ്റിലുള്ള എല്ലാവരും ഉണ്ടാവണമെന്നൊന്നുമില്ല, കുറച്ച് പേരൊക്കെ കാണും. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം കുറച്ച് നല്ല ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരട്ടെ അല്ലേ. പിന്നെ എല്ലാവരും ഷോ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നല്ലൊരു അടിപൊളി സീസൺ ആയിരിക്കട്ടെ ബിഗ് ബോസ് സീസൺ 7. ലാലേട്ടൻ പറഞ്ഞതുപോലെ സേഫ് ഗെയിം കളിക്കുന്നവരും കുഞ്ഞുവാവകളും നന്മമരവും ഒക്കെ പടപടിയെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർക്കൊക്കെ ലാലേട്ടൻ പണി കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7ൻ്റെ പണി ഏണി വെച്ച് വാങ്ങിക്കാനായിട്ടാണ് ഇവരൊക്കെ പോകുന്നത്. അപ്പം